നമസ്കാരം. ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ നിവിൻ പോളിയെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതിലൂടെ നൽകിയത് താൻ ഉന്നയിച്ച ആരോപണം ആർക്കെതിരെയെന്ന് വ്യക്തമാക്കാൻ. ബേബി ഗേൾ എന്ന ചിത്രത്തിന്റെ സംവിധായകനായ അരുൺ വർമ്മയും നിവിനെ അൺഫോളോ ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സെറ്റിൽ നിന്ന് നിവിൻ ഇറങ്ങിപ്പോയെന്ന വാർത്ത അരുൺ വർമ്മ തള്ളുകയും ചെയ്തു. അതിനിടെ ലിസ്റ്റിനും നിവിൻ പോളിയും തമ്മിലെ പ്രശ്നത്തെക്കുറിച്ച് പലവിധ കാരണങ്ങൾ ചർച്ചകളിലുണ്ട്. രാമചന്ദ്ര ബോസ് ആൻഡ് കോ, മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങളിൽ ഇതിനു മുൻപ് ലിസ്റ്റിനും നിവിനും ഒരുമിച്ചിരുന്നു. തുറമുഖം എന്ന സിനിമ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടതോടെ ലിസ്റ്റിനാണ് ചിത്രം ഏറ്റെടുത്ത് തിയേറ്ററുകളിൽ എത്തിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ലിസ്റ്റിൻ സ്റ്റീഫനുമായി ഉണ്ടായിരുന്ന കരാർ താരം നിരന്തരം ലംഘിച്ചുവെന്നാണ് പ്രചരിക്കുന്ന ആരോപണം. എന്നാൽ ഇതൊന്നും നിവിൻ പോളിയോ ലിസ്റ്റിൻ സ്റ്റീഫനോ സ്ഥിരീകരിച്ചിട്ടില്ല. തുറമുഖവുമായി ബന്ധപ്പെട്ട പരാതികളും ലിസ്റ്റിൻ സിനിമാ സംഘടനകൾക്ക് നൽകിയിട്ടുമില്ല. അതിനിടെ നിവിനുമായി പ്രശ്നമില്ലെന്ന ബേബി ഗേളിന്റെ സംവിധായകൻ അരുൺ വർമ്മയും പ്രതികരിച്ചു. ഇതോടെ വിവാദം കൂടുതൽ ദുരൂഹതയിലേക്ക് പോവുകയാണ്. മലയാളത്തിലെ ഒരു പ്രമുഖ താരം വലിയ തെറ്റിന് തിരികൊളുത്തിയിരിക്കുന്നു എന്നാണ് ലിസ്റ്റിൻ വെളിപ്പെടുത്തിയത്. ദിലീപ് നായകനായ പുതിയ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രൊമോഷൻ പരിപാടികൾക്കിടയിലാണ് ലിസ്റ്റിൻ വെളിപ്പെടുത്തൽ നടത്തിയത്. എന്നാൽ ആരാണ് താരമെന്നോ എന്താണ് കാര്യമെന്നോ വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല. താരത്തിന്റെ പേര് പറയാത്തതിന്റെ പേരിൽ ലിസ്റ്റിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിനിടയിലാണ് നിവിൻ പോളിയെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഉദ്ദേശിച്ചതെന്ന അഭ്യൂഹങ്ങൾ പടർന്നത്. ലിസ്റ്റിൻ നിർമ്മിക്കുന്ന ബേബി ഗേളിൽ ആദ്യം കുഞ്ചാക്കോ ബോബനെയാണ് നായകനാക്കാൻ തീരുമാനിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ അസൗകര്യം മൂലം നിവിൻ പോളിയിലേക്ക് എത്തുകയായിരുന്നു. അതിനിടെ പ്രശ്നപരിഹാരത്തിന്റെ സൂചന നൽകി ബേബി ഗേളിന്റെ സംവിധായകൻ രംഗത്ത് വന്നു. നിവിൻ പോളി സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയതിൽ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പരസ്യമായി നീരസം പ്രകടിപ്പിച്ചു എന്ന പ്രചരണത്തിൽ പ്രതികരണവുമായി അരുൺ വർമ്മ രംഗത്ത് വരികയായിരുന്നു. ഞങ്ങളോട് പറഞ്ഞ ഡേറ്റിന് നിവിൻ വന്ന് അഭിനയിച്ചിരുന്നു. സിനിമയിൽ നിവിൻ അഭിനയിക്കാനുള്ള പ്രധാന ഭാഗങ്ങളെല്ലാം ഞങ്ങൾ തീർത്തു കഴിഞ്ഞു. ഇനി കുറച്ച് ബാലൻസ് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ളത് 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ പുനരാരംഭിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഫേക്ക് ന്യൂസാണ്. എന്നോടോ സിനിമയുടെ പ്രൊഡ്യൂസറോടോ നിവിനോടോ ചോദിക്കാതെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളിൽ ഒരു വാസ്തവവും ഇല്ല. ഞങ്ങളുടെ പടത്തിൽ നിവിൻ ഉണ്ടാകും, തുടർന്നും ഉണ്ടാകും. ഇതാണ് പ്രതികരണം. എന്നാൽ എന്തുകൊണ്ടാണ് നിവിനെ അൺഫോളോ ചെയ്തതെന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. ഈ അൺഫോളോ ആണ് നിവിനെ പ്രതിക്കൂട്ടിലേക്ക് എത്തിച്ചതെന്നാണ് വസ്തുത. പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് അരുൺ വർമ്മ നിവിനെ അനുകൂലിച്ച് രംഗത്ത് വന്നതെന്നും സൂചനയുണ്ട്. ഫലത്തിൽ വിവാദം ഉടൻ അവസാനിക്കുമെന്നാണ് വിവരം. സെറ്റിൽ കഞ്ചാവ് പിടിച്ചതിനെക്കുറിച്ചും അരുൺ വർമ്മ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തന്റെ സിനിമയിൽ പറഞ്ഞ ഡേറ്റുകളിൽ നിവിൻ പോളി അഭിനയിച്ചിരുന്നു. അതിനുശേഷം നിവിൻ ചിത്രത്തിൽ നിന്നും വിടുതൽ വാങ്ങിയിട്ടുണ്ട്. മറ്റേതെങ്കിലും സിനിമയിൽ അഭിനയിക്കാനാണോ പോയത് എന്ന കാര്യം തങ്ങൾ ചിന്തിക്കേണ്ടതില്ലെന്നും അരുൺ വർമ്മ വ്യക്തമാക്കി. സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ തങ്ങളുടെ അറിവോടെയല്ലെന്നും അരുൺ വർമ്മ കൂട്ടിച്ചേർത്തു. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ വിവാദ പരാമർശത്തിന് പിന്നാലെയാണ് നിവിൻ പോളിക്കെതിരെ വ്യാപക പ്രചാരണം ഉണ്ടായത്. മലയാള സിനിമയിൽ വന്നിട്ട് 10-15 വർഷമായി. കുറേയധികം സിനിമകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തി. വലിയൊരു മാലപ്പടക്കത്തിനാണ് തിരികൊളുത്തിയത്. അത് വേണ്ടായിരുന്നു. ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷേ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നായിരുന്നു ലിസ്റ്റിന്റെ വാക്കുകൾ. പിന്നാലെ പേര് പറയാതുള്ള ആരോപണത്തിൽ ലിസ്റ്റിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് നിവിൻ പോളിക്കെതിരെ വ്യാപക പ്രചാരണം ഉണ്ടായത്. ലിസ്റ്റിൻ നിർമ്മിക്കുന്ന ബേബി ഗേൾ എന്ന ചിത്രത്തിൽ നിവിൻ പോളി അഭിനയിച്ചിരുന്നു. അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന പേരിടാത്ത മറ്റൊരു ചിത്രത്തിൽ കഴിഞ്ഞ ദിവസം താരം ജോയിൻ ചെയ്തിരുന്നു. താമര സംവിധാനം ചെയ്യുന്ന ഡോൾബി ദിനേശൻ എന്ന ചിത്രവും താരം പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം ചേർത്ത് വെച്ചാണ് നിവിൻ പോളിക്കെതിരെ പ്രചാരണമുണ്ടായത്. ബേബി ഗേളിന്റെ സെറ്റിൽ നിന്ന് നിവിൻ ഇറങ്ങിപ്പോയെന്നായിരുന്നു പ്രചാരണം. ചിത്രത്തിന്റെ സംവിധായകനായ അരുൺ വർമ്മയും നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും ഇൻസ്റ്റഗ്രാമിൽ നിവിനെ അൺഫോളോ ചെയ്തെന്നും പ്രചാരണമുണ്ടായി. കുഞ്ചാക്കോ ബോബനെ നായകനായി പ്രഖ്യാപിച്ച സിനിമയായിരുന്നു ബേബി ഗേൾ. കുഞ്ചാക്കോ ബോബൻ പിന്മാറിയതിനെ തുടർന്നാണ് നിവിൻ പോളി ചിത്രത്തിലേക്ക് എത്തുന്നത്.